Okay, first question നോക്കിയാലോ. The perimeter of a rectangle is 40 centimeter and its breadth is 4 centimeter less than the length. Compute the length and breadth. ഓക്കെ, ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോക്കുക. കമ്പ്യൂട്ട് ദ ലെങ്ത് ആൻഡ് ബ്രെഡ് ആണ് അല്ലേ. അപ്പോൾ ലെങ്ത്തിനും ബ്രെഡിനുമാണ് നമ്മൾ എന്തെടുക്കേണ്ടത്, എക്സും വൈയും എടുക്കേണ്ടത്. ഇനി ആ എക്സും വൈയും ഉപയോഗിച്ചിട്ട് ഇതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇക്വേഷനിലേക്ക് മാറ്റണം. എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എന്താണ് എക്സ് എന്നും എന്താണ് വൈ എന്നും എടുക്കുന്നത് നമ്മൾ ആദ്യം എഴുതണം. അപ്പോൾ എന്താണ്, ലെറ്റ് ലെങ്ത് ഈക്വൽ ടു എക്സ് സെൻറ്റിമീറ്റർ, ബ്രെഡ് ഈക്വൽ ടു വൈ സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എഴുതി അല്ലേ. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എന്താ തന്നിരിക്കുന്നത്, പെരിമീറ്റർ എത്രയാണ് തന്നിട്ടുണ്ട്, എന്താണ് 40 സെൻറ്റിമീറ്റർ ആണ്. അപ്പം പെരിമീറ്റർ ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ. ഇനി പെരിമീറ്ററിൻ്റെ എന്താ ചെയ്യേണ്ടത്, പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എഴുതുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം, എക്സും വൈയും ഉപയോഗിച്ചിട്ട് എഴുതണം. എന്താണ് റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുക, ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. എക്സ് നമ്മൾ ലെങ്ത്താണ് എക്സ് കൊടുത്തത്, ഇത് വൈ അല്ലേ. അപ്പോൾ 2 എക്സും 2 വൈയും, അപ്പോൾ ഒരു എക്സ് പ്ലസ് വൈ അങ്ങനത്തെ രണ്ടെണ്ണം. അപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്താണ് പറഞ്ഞത്, 40 സെൻറ്റിമീറ്റർ. എന്ത് ചെയ്യാം, നമുക്കിവിടെ എക്സ് പ്ലസ് വൈ മാത്രമാക്കാം അല്ലേ. 2നെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താണ്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 40. ഈ എക്സ് പ്ലസ് വൈ എന്ത് ചെയ്താണ്, 2 ആയിട്ട് 2 ഇൻറ്റു ആണ് എക്സ് പ്ലസ് വൈ അല്ലേ. ഈ എക്സ് പ്ലസ് വൈ ഇവിടെ വെക്കുമ്പോൾ 2നെ നമ്മൾ ഈ ഇക്വേഷൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും, 40/2 എന്നാവും. അപ്പോൾ 40/2 ഈക്വൽ ടു 20. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയെന്ത്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 20. ഇനി അടുത്തത് എന്താ നോക്കാം. എന്താ തന്നെ, ബ്രെഡ് ഈസ് 4 സെൻറ്റിമീറ്റർ ലെസ് ദാൻ ദ ലെങ്ത്ത്. എന്ന് വെച്ചാൽ ബ്രെഡ് ലെങ്ത്തിനേക്കാൾ 4 സെൻറ്റിമീറ്റർ കുറവാണ് അല്ലേ. അപ്പോൾ ബ്രെഡ് എന്തായിരുന്നു, വൈ അല്ലേ. വൈ ഈക്വൽ ടു എക്സ്, എക്സ് പറഞ്ഞാൽ എന്താ, ലെങ്ത്ത്, ലെങ്ത്തിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ കുറച്ചാൽ വൈ കിട്ടും. അങ്ങനെയല്ലേ പറഞ്ഞ്, ലെങ്ത്തിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ ചെറുതാണ് ബ്രെഡ്. എങ്ങനെ എഴുതണ്ടേ, തിരിഞ്ഞു പോകരുത്. ബ്രെഡ് ഈക്വൽ ടു എക്സ് മൈനസ് 4 അല്ലേ. അല്ലെങ്കിൽ തിരിച്ചെങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്കിത് എങ്ങനെ എഴുതാം, എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 4 എന്ന് എഴുതാം അല്ലേ. എക്സ് വൈനേക്കാൾ 4 സെൻറ്റിമീറ്റർ കൂടുതലാണ്, ഇതല്ലെങ്കിൽ വൈ എക്സിനേക്കാൾ 4 സെൻറ്റിമീറ്റർ കുറവാണ്. ഈ രണ്ട് രീതിയിലും എഴുതാം. നമുക്ക് ആവശ്യമുള്ളത് ഏതാണോ അതുപോലെ ഉപയോഗിക്കാം. ഓക്കെ, നമുക്ക് എക്സിനെ വൈ പ്ലസ് 4 എടുക്കാം. നമുക്ക് എപ്പോഴും എന്താണ്, മൈനസ് വരുന്നതിനേക്കാൾ എളുപ്പം യൂസ് ചെയ്യാൻ പ്ലസ് വരുമ്പോഴായിരിക്കും അല്ലേ. ഇനി എന്ത് ചെയ്യാം, ഈ ഇക്വേഷനെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാമല്ലോ. എന്താ, ഇതിലെ ഈ എക്സിന് പകരം നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ ഇവിടെ ഇത് ഉപയോഗിച്ച് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വരും, എക്സിന് പകരം നമ്മൾ എന്തെഴുതും, വൈ പ്ലസ് 4 എന്ന് എഴുതും. ഇനി നമുക്ക് ശരിക്കുള്ള പ്ലസ് വൈ ഉണ്ടല്ലോ, ഈക്വൽ ടു എന്താണ്, 20. ഇതെങ്ങനെയാണ് നമ്മൾ പറയുക, 1 അല്ല, ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. അതായത് ഇക്വേഷൻ 2ലുള്ള എക്സിൻ്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ 1ലെ എക്സിന് ഉപയോഗിക്കുന്നു. ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. അപ്പം വൈ പ്ലസ് വൈ എന്താണ്, 2y. ഇനി എന്ത് ചെയ്യാം, 4നെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 2y ഈക്വൽ ടു, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് 4 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, മൈനസ് ആവും. 20 മൈനസ് 4 ഈക്വൽ ടു 16. അപ്പോൾ y ഈക്വൽ ടു ഇൻറ്റു 2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, /2 ആവും. നേരെ ഓപ്പോസിറ്റ് ആവും. ഓക്കെ, y ഈക്വൽ ടു 8 എന്ന് കിട്ടും. അപ്പം y ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. ഇനി എന്ത് ചെയ്യാം, യൂസ് y ഈക്വൽ ടു 8 ഇൻ ഏതാ, ഇക്വേഷൻ 1ൽ ഉപയോഗിച്ചാൽ പോരെ. എന്ത് വരും, എക്സ് പ്ലസ് വൈക്ക് പകരം 8 കൊടുത്താൽ ഈക്വൽ ടു 20 എന്ന് വരും. എക്സ് ഈക്വൽ ടു 20 മൈനസ് 8 ഈക്വൽ ടു 12. ഇനി എന്ത് ചെയ്യണം, ഇത് ആൻസർ ശരിയാണോ അറിയാൻ എന്താ ചെയ്യേണ്ടത്, നമുക്ക് എന്തൊക്കെ കിട്ടി, ലെങ്ത്ത് 12 സെൻറ്റിമീറ്ററിനും കിട്ടി, ബ്രെഡ് 8 സെൻറ്റിമീറ്ററിനും കിട്ടി. ഇനി ഇതിൽ പറഞ്ഞ രണ്ട് കണ്ടീഷനും ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. എന്ത്, പെരിമീറ്റർ 40 ആവുണ്ടോ നോക്കുക. എന്താ, 12 പ്ലസ് 8 എന്താ, 20 ഇൻറ്റു 2 40, അത് ഓൾറെഡി ആയില്ലേ. പിന്നെ ലെങ്ത്ത് അല്ല, ബ്രെഡ് ലെങ്ത്തിനേക്കാൾ 4 സെൻറ്റിമീറ്റർ കുറവാണ്, റെഡി അല്ലേ. 12നേക്കാൾ 4 കുറവാണ് 8. അങ്ങനെയാണ് ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം.
ഓക്കെ, നമുക്ക് ഒരു രണ്ട് ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന കാര്യം എന്തായിരിക്കും, ഈ സെൻറ്റൻസിലുള്ള ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ഇക്വേഷൻസിലാക്കി മാറ്റാം എന്നുള്ളത്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആ ഒരു ഇക്വേഷൻ എഴുതാൻ അറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും ഇതുപോലെ ഇക്വേഷൻസ് എഴുതുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് ഇക്വേഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് മാത്രമുള്ള വീഡിയോ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 4 years ago, the age of the father was 3 times that of his son. 8 years later, the age of the father will be twice that of his son. Find the present age of father and son. അപ്പോൾ എപ്പോഴും നമുക്ക് എക്സും വൈ ഇതിലിപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. 4 വർഷം മുമ്പേ ഉള്ള ഏജിനെ പറ്റി പറയുന്നുണ്ട്, 8 വർഷത്തിന് ശേഷമുള്ള ഏജ് പറയുന്നുണ്ട്. എന്താണ്, 4 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് എന്ന് പറയുന്നത് മകൻ്റെ വയസ്സിൻ്റെ 3 ടൈംസ് ആണ്. 8 വർഷം കഴിഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് എന്തായിരിക്കും, മകൻ്റെ വയസ്സിൻ്റെ ഡബിൾ ആയിരിക്കും, ട്വൈസ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ള വയസ്സ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എന്താണോ നമ്മൾ അതിന് എക്സും വൈയും കൊടുക്കും. അപ്പം ലെറ്റ് പ്രസൻറ്റ് ഏജ് ഓഫ് ഫാദർ എക്സ്, അതുപോലെ പ്രസൻറ്റ് ഏജ് ഓഫ് സൺ ഈക്വൽ ടു വൈ, ഇങ്ങനെ രണ്ടും എടുക്കാം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് സെൻറ്റൻസിലേക്ക് പോകുമ്പോൾ 4 years എഗോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇപ്പോൾ ഉള്ളതിനേക്കാൾ 4 വയസ്സ് കുറവായിരിക്കും. ആർക്ക്, 2 പേർക്കും അല്ലേ. അപ്പം ഏജ് ഓഫ് ഫാദർ 4 years എഗോ എന്തായിരിക്കും, എക്സ് മൈനസ് 4. ഇനി ഏജ് ഓഫ് സണ്ണോ 4 years എഗോ എന്ന് പറഞ്ഞാൽ വൈ മൈനസ് 4. ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് പറഞ്ഞത്, ഈ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 ടൈംസ് ആണ് അല്ലേ. അപ്പോൾ 3 കൊടുക്കേണ്ടത് ഇതിൻ്റെ കൂടെയാണോ ഇതിൻ്റെ കൂടെയാണോ, അങ്ങനെ കൺഫ്യൂഷൻ വരരുത്. ഏതാ വലുത് നോക്കിയാൽ മതി. എപ്പോഴും എന്തായാലും അച്ഛൻ്റെ വയസ്സായിരിക്കുമല്ലോ വലുത്. അപ്പം മകൻ്റെ വയസ്സിൻ്റെ 3 ടൈംസ്, അപ്പം ഇൻറ്റു 3, മകൻ്റെ വയസ്സ് ഇൻറ്റു 3 ചെയ്താൽ 3 ടൈംസ് ആണ് എന്ത്, അച്ഛൻ്റെ വയസ്സ്. അപ്പം എങ്ങനെ എഴുതുക, എക്സ് മൈനസ് 4, അച്ഛൻ്റെ വയസ്സ് എന്ന് പറയുന്നത് മകൻ്റെ വയസ്സിൻ്റെ 3 ടൈംസ്, മകൻ്റെ വയസ്സിൻ്റെ 3 ടൈംസ്. ഓക്കെ, അതാണ് മാറിപ്പോവാതെ ശ്രദ്ധിക്കേണ്ടത്, അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 ടൈംസ്. ഇതിനെങ്ങനെ മാറ്റി എഴുതാം, എക്സ് മൈനസ് 4 ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനെ ഓരോ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3y മൈനസ് 12. നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, എക്സും വൈ ഒരു ഭാഗത്തേക്കും നമ്പർ ഒരു ഭാഗത്തേക്കും കൊണ്ടുവരാം. അപ്പോൾ എന്ത് ചെയ്യണം, എക്സ് ഇവിടെ തന്നെ നിന്നോട്ടെ, വൈനെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ചിഹ്നമൊന്നും ഇല്ലെങ്കിൽ എന്താണ്, അത് പ്ലസ് വൈ ആയിരിക്കും അല്ലേ. അപ്പോൾ പ്ലസ് വൈനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എക്സ് മൈനസ് 3y എന്നാവും. ഓക്കെ, ഈക്വൽ ടു, ഓക്കെ ഇവിടെ എന്താണ് മൈനസ് 12, ഈ മൈനസ് 4 അങ്ങോട്ട് വരുമ്പോൾ എന്താവും, പ്ലസ് 4 എന്നാവും. അപ്പം എക്സ് മൈനസ് 3y ഈക്വൽ ടു എന്താ, മൈനസ് 12ഉം പ്ലസ് 4ഉം വന്നാൽ എന്താ ചിഹ്നം, ഡിഫറൻറ്റ് സൈൻസ് വന്നാൽ എന്താ നമ്മൾ ചെയ്യുക, ഇതിൻ്റെ ഡിഫറൻസ് കാണുക. എത്ര, 8ഉം 12ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 8, അതിൽ വലുതിൻ്റെ സൈന് കൊടുക്കുക, അപ്പോൾ മൈനസ് 8. ഓക്കെ, ഒരു ഇക്വേഷൻ. ഇനി അടുത്തെന്താ പറയുന്നത്, രണ്ടാളുടെയും വയസ്സ് എത്ര വർഷത്തിന് ശേഷം, ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ് 8 വർഷം, ഇനി ഒരു 8 വർഷം കൂടി കഴിഞ്ഞാൽ, അപ്പം ഏജ് ഓഫ് ഫാദർ 8 years later ഈക്വൽ ടു എക്സ് പ്ലസ് 8, ദാറ്റ് ഓഫ് സൺ എന്താവും, വൈ പ്ലസ് 8. അപ്പോൾ ഉള്ള റിലേഷൻ എന്താ പറഞ്ഞത്, എക്സ് പ്ലസ് 8 എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ ട്വൈസ്, 2 ടൈംസ് ആണ്. അപ്പം എക്സ് പ്ലസ് 8 ഈക്വൽ ടു 2y പ്ലസ് 16. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുമ്പം എക്സ് മൈനസ് 2y ഈക്വൽ ടു 16 മൈനസ് 8 എന്ന് വരും. ഈക്വൽ ടു എന്താ, 8 തന്നെ അല്ലേ. അപ്പം എക്സ് മൈനസ് 2y ഈക്വൽ ടു 8. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് സോൾവ് ചെയ്യാം. സോൾവിങ് 1 and 2. എക്സിന് രണ്ടിലും എന്താണ് 1x തന്നെയാണ് അല്ലേ, 2 ഇക്വേഷനിലും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്ത് കളയാൻ എളുപ്പമാണ്. അപ്പോൾ മൈനസ് ആണ് ചെയ്യേണ്ടത്, മനസ്സിലായി. ഓക്കെ, അതായത് ഈ 2x പ്ലസ് ആയതുകൊണ്ട് ഒരേ ചിഹ്നം, രണ്ടും ഒരേ ചിഹ്നമാണ് വരുന്നതെങ്കിൽ
അതായത് ഒരേ കോഎഫിഷ്യൻറ്റ് വരുന്ന രണ്ട് വേരിയബിളിനും ഒരേ ചിഹ്നമാണ് വരുന്നതെങ്കിൽ രണ്ട് ഇക്വേഷൻസിന് ഒന്നിനെ മറ്റേന്ന് മൈനസ് ആയിരിക്കും ചെയ്യേണ്ടത്. ഇതിന് പകരം രണ്ടും ഒന്ന് മൈനസ് എക്സും ഒന്ന് പ്ലസ് എക്സും ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് മൈനസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പത്തിന് എന്താ, ഇതിൽ -8 അല്ലേ വരുന്നത്, ഇത് +8, ഇതല്ലേ വലിയത്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. അപ്പം ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് വരും, x മൈനസ് 2y ഈക്വൽ ടു 8 മൈനസ് എക്സ് മൈനസ് 3y ഈക്വൽ ടു -8. ഓക്കെ, മൈനസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് മൈനസ് എക്സ് എന്താവും, 0. ഇതെന്താ വരിക, -2y മൈനസ് -3y. ഓക്കെ, ഈ -2y ഈ -3y മൈനസ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് മൈനസ് അടുപ്പിച്ച് വന്നാൽ എന്താവുക, -2y പ്ലസ് 3y എന്നാവും. അപ്പോൾ എന്താ, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയ 3y ഞാൻ എഴുതുമ്പോൾ 3y മൈനസ് 2y എന്നാവും. ഈക്വൽ ടു എന്താണ്, 1y അല്ലേ. അപ്പോൾ എന്ത് വരും, പ്ലസ് 1y ഈക്വൽ ടു, അതുപോലെ അടുത്തതോ 8 മൈനസ് -8 ഈക്വൽ ടു 8 പ്ലസ് 8 എന്നാവും. അപ്പോൾ ഈക്വൽ ടു 16 വരും. അപ്പോൾ y ഈക്വൽ ടു 16. ഓക്കെ, അപ്ലൈ ഇൻ ഏതെങ്കിലും ഒരു ഇക്വേഷൻ. നമുക്ക് മൈനസ് പ്ലസ് ഉള്ളതിൽ കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടുമല്ലോ. 2 കൊടുക്കാൻ വിചാരിച്ചു. അപ്പം എക്സ് മൈനസ് 2 ഇൻറ്റു 16 ഈക്വൽ ടു 8. അപ്പം എക്സ് മൈനസ് 32 ഈക്വൽ ടു 8. എക്സ് ഈക്വൽ ടു 32 അങ്ങോട്ട് പോകുമ്പോൾ 8 പ്ലസ് 32 ഈക്വൽ ടു 40. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്, പ്രസൻറ്റ് ഏജ് ഓഫ് ഫാദർ ഈക്വൽ ടു 40. ഈ പ്രസൻറ്റ് ഏജ് ഓഫ് സൺ ഈക്വൽ ടു 16. ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ റെഡി ആവുന്നുണ്ടോ നോക്കാം. 4 വർഷം മുമ്പ് എന്നാണ് പറഞ്ഞാൽ 4 വർഷം മുമ്പ്. അപ്പോൾ ഫാദറിൻ്റെ ജസ്റ്റ് ചെക്കാണ്, ചെക്ക് 4 years ബിഫോർ. ഫാദറിൻ്റെ ഏജ് എത്രയായിരിക്കും, 4 വയസ്സ് കുറച്ചാൽ 36. മകൻ്റെ എത്രയായിരിക്കും, 12. തമ്മിലുള്ള റിലേഷൻ എന്താ നോക്കൂ, 12ൻ്റെ 3 ടൈംസിലെ 36. 12 ഇൻറ്റു 3 ഈക്വൽ ടു 36. അപ്പോൾ എന്തായി, മകൻ്റെ വയസ്സിൻ്റെ 3 ടൈംസ് ആണ് അച്ഛൻ്റെ വയസ്സ് അല്ലേ, 4 വർഷം മുമ്പ്. ഇനി 8 years ആഫ്റ്റർ എന്താവും, 40 നിന്നാണ് ഈ 36-നോടായി പോകരുത് 8 കൂടുന്നത്. 40ൻ്റെ ഇപ്പോഴുള്ള വയസ്സ് 40 ആണ്. 40 പ്ലസ് അച്ഛൻ്റെ വയസ്സ് എത്രയാവും, 48 ആവും. മകൻ്റെ വയസ്സ് എത്രയാവും, 16 പ്ലസ് 8 24 ആവും. എന്തായി, ശരിയായില്ലേ, 24 ഇൻറ്റു 2 ഈക്വൽ ടു 48. 3 ടൈംസ് ഇത് 2 ടൈംസ്. അപ്പോൾ നമ്മൾ ആൻസർ ശരിയാണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. The difference between two numbers is 6 and the difference between their squares is 48. എന്താ പറഞ്ഞാൽ, രണ്ട് നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് 6 ആണ്. ആ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 48 ആണ്. ഫോം ദ ഇക്വേഷൻസ് ഇൻഡിക്കേറ്റിംഗ് അബവ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് വെച്ച് ഇക്വേഷൻ ഉണ്ടാക്കുക. വാട്ട് ഈസ് ദ സം ഓഫ് ദീസ് നമ്പേഴ്സ്, ഈ നമ്പേഴ്സിൻ്റെ സം എത്രയാണ്, ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്, ഇത്രയാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ആദ്യത്തെ കാര്യം നമുക്ക് എന്തായാലും ചെയ്യാം. ഓക്കെ, ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലും ഏതാണ് എക്സ് ഏതാണ് വൈ എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ലെറ്റ് ഇതിലെന്താ 2 നമ്പേഴ്സിനെ പറഞ്ഞുള്ളൂ അല്ലേ. ലാർജർ നമ്പർ എന്തെന്ന് കൊടുക്കുക, ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കാം. സ്മോളർ നമ്പർ വൈ എന്നും കൊടുക്കാം. ഓക്കെ, എന്താ പറയുക, ഡിഫറൻസ് ബിറ്റ്വീൻ ഈ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ എക്സ് മൈനസ് വൈ. ഡിഫറൻസ് എന്ന് എന്താ, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. ഓക്കെ, ഈക്വൽ ടു 6 ആണ് തന്നില്ല. ഒരു ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് കിട്ടിയല്ലോ. അടുത്ത ഇക്വേഷൻ എന്താ പറഞ്ഞാൽ, അത് തമ്മിലുള്ള സ്ക്വയേഴ്സ്, എക്സിൻ്റെ സ്ക്വയറും വൈൻ്റെ സ്ക്വയറും തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ടു 48. രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്തില്ലേ. ഓക്കെ, ഇനി ബിഗ് പാർട്ട് എന്താ, വാട്ട് ഈസ് ദ സം ഓഫ് ദീസ് നമ്പേഴ്സ്. അതിന് നമുക്ക് എന്താ അറിയണം, ഒരു ഇക്വേഷൻ അറിയണം. എന്ത്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഇക്വേഷൻ പഠിച്ചില്ലേ, ഓർമ്മയുണ്ടോ. ഓക്കെ, ഇതെന്താന്ന് തന്നിട്ടുണ്ട്, 48 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എത്രയാണെന്ന് നമുക്ക് അറിയില്ല, പക്ഷേ എക്സ് മൈനസ് വൈ എത്രയാണെന്ന് നമുക്കറിയാലോ, അത് ഇവിടെ അല്ലേ 6. ഓക്കെ, ഇൻ ദ ക്വസ്റ്റ്യൻ എക്സ് പ്ലസ് വൈ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പം x+y അവിടെ തന്നെ വയ്ക്കാം, =6 ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ ×6 ആയതുകൊണ്ട് ഇപ്പുറത്ത് വരുമ്പോൾ അതെന്താവും /6 ആവും, =8 എന്ന് കിട്ടും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനും ആയല്ലോ. ഇനി തേർഡ് നമ്പേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ. ഇപ്പോൾ രണ്ട് നമുക്ക് ഈസി ഇക്വേഷൻസ് ഇല്ലേ, x+y = 8 ഉണ്ട്, x - y = 6 ഉണ്ട്. ഇതിനെന്ത് ചെയ്താൽ മതി എളുപ്പത്തിന്, വൈക്ക് രണ്ടിനും എന്താണ് ഒരേ കോഎഫിഷ്യൻ്റ് ആണ്, 1y തന്നെയാണ്, രണ്ടിനും വേറെ വേറെ സൈനാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പം ഈ വൈയും ക്യാൻസൽ ചെയ്ത് പോകും. എങ്ങനെയാ, y + -y എന്ന് വരും. അപ്പോൾ എന്ത് വരും, y - y. ഇവിടെ രണ്ടും വ്യത്യസ്തമായുള്ള ചിഹ്നങ്ങളാണ് വരുന്നതെങ്കിൽ എന്താ മൈനസ് ആണ് വരിക, അപ്പം 0 ആവും, y ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പം ഇപ്പം എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്, പ്ലസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം x+x എന്താണ് 2x, y + -y 0. ഇപ്പോൾ 8 + 6 14. അപ്പം എന്ത് കിട്ടും, 2x = 14 എന്ന് കിട്ടും. അപ്പം x = 14/2, അപ്പോൾ 7. ഓക്കെ, y = എത്രയായിരിക്കും, ഇനി ഇതിനെ എവിടെ കൊടുക്കാം, നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കാം, 1ൽ കൊടുക്കാം, 3ൽ കൊടുക്കാം, എവിടെ വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ഇതിൽ കൊടുക്കാം അല്ലേ, കുറച്ചുകൂടി എളുപ്പമുള്ള ഏതാ, പ്ലസ് മൈനസ് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് കൂടും. കഴിയുന്നു നമ്മൾ പ്ലസ് വരുന്ന ഇക്വേഷൻസിലേക്ക് കൊടുക്കുമ്പോൾ ആ ഒരു ചാൻസസ് നമുക്ക് കുറയ്ക്കാം. ശ്രദ്ധിച്ചാൽ മിസ്റ്റേക്ക് വരില്ല കേട്ടോ, പക്ഷെ നമ്മൾ എക്സാം ടൈമിലൊക്കെ ചെയ്യുമ്പോൾ പ്ലസ് വരുന്ന ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പം എക്സിൻ്റെ വാല്യൂ 7 കിട്ടിയിട്ടുണ്ട്, 7+ ഇക്വേഷനിലാണ് കൊടുക്കുന്നത്, y = 8 ആണ്, y = 8 - 7 = 1. നമ്പേഴ്സ് ഏതൊക്കെയാണ് അപ്പോൾ 7ഉം 1ഉം. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ, എന്തേലും പറഞ്ഞേ, ഡിഫറൻസ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 6 ആണ്, റെഡി അല്ലേ, 7ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 6 ആണ്, സ്ക്വയർ തമ്മിലുള്ള ഡിഫറൻസ് 48 ആണ്. 7ൻ്റെ സ്ക്വയർ എത്രയാ, 7² = 49ഉം 1² = 1ഉം അല്ലേ, 49 - 1 48. അപ്പോൾ ഈ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, fourth question, the total number of cars and auto rickshaws in a garage is 23. ടോട്ടൽ നമ്പർ ഓഫ് ഒരു ഗ്യാരേജിലുള്ള കാറിൻ്റെയും ഓട്ടോറിക്ഷേൻ്റെയും കൂടെ ടോട്ടൽ എണ്ണം 23 ആണ്. ദ ടോട്ടൽ നമ്പർ ഓഫ് വീൽസ് ഓഫ് ദീസ് വെഹിക്കിൾ, ഇതിൻ്റെ എല്ലാം കൂടെ വെഹിക്കിളിൻ്റെ വീൽസിൻ്റെ എണ്ണം 81 ആണ്. ഓക്കെ, ഇഫ് ദ നമ്പർ ഓഫ് കാർസ് ടേക്കൺ ആസ് എക്സ്, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വീൽസ് ഓഫ് കാർസ്. എത്ര ചോദിക്കാണ്ടോ അല്ലേ, എളുപ്പമല്ലേ. എന്താണ്, ആകെ എക്സ് കാർ ഉണ്ടെങ്കിൽ ആകെ എത്ര വീൽ ഉണ്ടാവും, ഒരു കാറിൻ്റെ 4 വീലെന്ന് കൂട്ടുമ്പോൾ ആകെ എത്ര വീൽ ഉണ്ടാവും. ഒരു ഫസ്റ്റ് ആൻസർ എന്താ ചെയ്യുക, നമ്പർ ഓഫ് കാർ എക്സ് ആണ്, അവർ തന്നെ തന്നുണ്ട് അല്ലേ, എക്സ്. അപ്പം ആണെങ്കിൽ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് വീൽസ് ഓഫ് കാർസ് ഈക്വൽ ടു എന്തായിരിക്കും, ഒന്നിന് 4 ആണെങ്കിൽ എക്സ് എണ്ണത്തിന് 4x ആയിരിക്കും. അതേപോലെ നമുക്ക് ഓട്ടോൻ്റെ എഴുതിയാലോ, നമ്പർ ഓഫ് ഓട്ടോറിക്ഷാസ് ഈക്വൽ ടു y എന്ന് എടുക്കാം. അപ്പം എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് വീൽസ് ഓഫ് ഓട്ടോ എന്താണ്, ഓട്ടോയ്ക്ക് എത്ര വീലുണ്ട്, 3 അല്ലേ, അപ്പം 3y, അതായത് ഒന്നിന് 3 ഉണ്ട്, എത്ര y നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 3 × y. ഓക്കെ, ഇനി എന്താ തന്നിരിക്കുന്നത്, ടോട്ടൽ ഓഫ് നമ്പർ ഓഫ് കാർസ് ആൻഡ് ഓട്ടോറിക്ഷാസ് തന്നിട്ടുണ്ടല്ലോ, എന്ന് വെച്ചാൽ എന്താ, ടോട്ടൽ നമ്പർ ഓഫ് കാർ എക്സും ഇത് വൈയും ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് x + y അല്ലേ, അത് ഈക്വൽ ടു 23 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ആകെ വീൽസിൻ്റെ എണ്ണം തന്നിട്ടുണ്ടല്ലോ, എന്ന് വെച്ചാൽ എന്താ 4x + 3y, അതായത് ആകെ രണ്ടിൻ്റെയും കൂടെ വീലിൻ്റെ സമ്മ് 81 ആണെന്ന് തന്നിട്ടുണ്ട്. രണ്ട് ഇക്വേഷൻ ഈസിയായി ഫോം ചെയ്തില്ലേ. ഇനി ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാം, നമുക്ക് രണ്ടിനും ഒരേ കോഎഫിഷ്യൻ്റ് വരുന്ന ഒന്നുമില്ല അല്ലേ, അപ്പോൾ നമുക്ക് ഒരുപോലെ ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നുകിൽ ഈക്വേഷനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ എക്സിൻ്റെ ഒരുപോലെയാവും, അതല്ലെങ്കിൽ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ വൈൻ്റെത് ഒരുപോലെയാവും. ഓക്കെ, നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇക്വേഷൻ 1 × 4 = എന്താവും, ഇതിലത്തെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പ്ലസും മൈനസും വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന ഓരോ ടേമും ഈക്വൽ ടുവിൻ്റെ അപ്പുറമുള്ള എല്ലാ ടേമും, അങ്ങനെ ഓരോ ടേം, ഇതൊരു ടേം
ഇതൊന്ന് ഈ 3 എണ്ണത്തിനെ നമ്മൾ എന്ത് ചെയ്യണം 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ 1 ഇൻറ്റു 4 ചെയ്യുമ്പോൾ അതെന്താവും 4x പ്ലസ് ഈ y ഇൻറ്റു 4 ചെയ്യുമ്പോൾ 4y. ഇതിനും എന്ത് ചെയ്യണം, ഇവിടെ മാത്രം ചെയ്ത് ഇവിടെ ചെയ്യാതിരിക്കരുത്. ചെയ്യുമ്പോൾ ഇതൊരു ടേം ഇതിനെ ചെയ്യാം, അടുത്ത ടേം ഇതിനെ ചെയ്യാം, അടുത്ത ടേം ഇതിനെ ചെയ്യാം. ഇവിടെ ഒരു പ്ലസ് കാണിച്ച് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, ഒരു പ്ലസ് വൈന്നോ പ്ലസ് സെഡ് ഇവിടെ എന്തുണ്ടെങ്കിൽ അതിനെയും ചെയ്യണം. ഓരോ പ്ലസും മൈനസും സെപ്പറേറ്റ് ചെയ്യുന്ന ഈക്വൽ ടു ഇത് സെപ്പറേറ്റ് ചെയ്യുന്ന ഓരോ ടേമിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈക്വൽ ടു 92. ഓക്കെ, ഇനി ഇക്വേഷൻ 2നെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് മൈനസ് ചെയ്യാം. 4x പ്ലസ് 3y ഈക്വൽ ടു 81. ഇതിന് മൈനസ് ആണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് മനസ്സിലായി? നമ്മൾ പറഞ്ഞ പോലെ ഒരേ കോയിഷ്യൻ്റ് ഉള്ളത് എക്സിനാണ് അല്ലേ. എക്സിൻ്റെ രണ്ടിനും 4xും 4x എന്താണ് ഒരേ സൈനാണ്, രണ്ടും പ്ലസ് ആണ്. അപ്പോൾ ഒന്ന് ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നിൽ നിന്ന് അടുത്തത് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഇതിനെ മൈനസ് ആണ് ചെയ്യുന്നത്. എന്താ നമ്മൾ ചെയ്യുന്നത്? ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷന് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ആണ് ചെയ്യാൻ പോകുന്നത്. 4x 4x മൈനസ് ചെയ്താൽ 0. 4y 3y മൈനസ് ചെയ്താൽ എന്തായിരിക്കും 1y. ഓക്കെ, 92 81 മൈനസ് ചെയ്ത് എത്രയാണ് 11 അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? ഡയറക്റ്റ് ആയിട്ട് y ഈക്വൽ ടു 11 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ 1 യൂസ് ചെയ്താൽ എക്സ് പ്ലസ് 11 ഈക്വൽ ടു 23, എക്സ് ഈക്വൽ ടു 23 മൈനസ് 11 ഈക്വൽ ടു എത്ര? 23 മൈനസ് 11 12. ഓക്കെ, ഇനി ചെക്ക് ചെയ്ത് നോക്കിയാലോ. ടോട്ടൽ നമ്പർ ഓഫ് ശരിയായോ? 12 പ്ലസ് 11 ഈക്വൽ ടു 23 വന്നില്ലേ? 23 വന്നു. 12 പ്ലസ് 11 23 കിട്ടി. ഇനി വീൽസ് എക്സ് ഏതാ? അപ്പോൾ ഇത് എക്സ് നമ്മൾ കാറല്ലേ എടുത്തത്, കാറ്, ഇത് ഓട്ടോ. അപ്പം കാറിൻ്റെ ടോട്ടൽ വീൽ എത്ര? 12 ഇൻറ്റു 4 അല്ലേ. 12 ഇൻറ്റു 4 എത്രയാ? 48. പ്ലസ് കാറിന് 11 ഇൻറ്റു 3 33 ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 8 പ്ലസ് 3 11, 4 പ്ലസ് 3 7 പ്ലസ് 1 8. രണ്ട് ചെക്ക് റെഡി ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. രാജു ബോട്ട് 5 notebooks and 4 pens for 148 rupees. Price of 4 notebooks and 5 pens is 140 rupees. What is the price of a book and price of a pen? ചെയ്തതിൽ ഈസിയാണല്ലേ. ഫസ്റ്റത്തെ നോക്കാം. 5 നോട്ട്ബുക്ക് എന്താണ്? റേറ്റ് ഓഫ് 1 നോട്ട്ബുക്ക് എന്തെടുക്കാം? ബുക്ക് ഈക്വൽ ടു നമുക്ക് എക്സ് എടുക്കാം. റേറ്റ് ഓഫ് 1 പെൻ എന്ന് പറഞ്ഞാൽ y എടുക്കാം. ഓക്കെ, 5 നോട്ട്ബുക്ക് പറഞ്ഞാൽ 5x, 4 പെൻ എന്ന് പറഞ്ഞാൽ പ്ലസ് 4 പെൻ 4y ഈക്വൽ ടു 148. പിന്നെ 4 നോട്ട്ബുക്ക് പറഞ്ഞാൽ 4x പ്ലസ് 4 നോട്ട്ബുക്കിനും 5 പെൻസിനും 5y ഈക്വൽ ടു 140. ഓക്കെ, പ്രൈസ് ഇനി എന്താ? എക്സും വൈയും കണ്ടുപിടിക്കണം. എങ്ങനെയാണ് സോൾവ് ചെയ്യാം? ഇത് നോക്കൂ, രണ്ടിനും ഒരേ കോഎഫിഷ്യൻ്റ് വരുന്നുണ്ടോ? ഇല്ല അല്ലേ. എന്താണ്? ഒന്നിൻ്റെ 5 ആണ്, ഇതിന് എക്സിന് 5 ഒന്ന് 4 ആണ്, വൈക്കും അതുപോലെ ഒന്ന് 4 ഒന്ന് 5 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പ്ലസ് ചെയ്താലോ മൈനസ് ചെയ്തിട്ടും കാര്യമില്ല. ഓക്കെ, ഒരേ സൈൻ ആയതുകൊണ്ട് ഫുള്ള് പ്ലസ് ആകുമ്പോൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? എന്തായാലും മൈനസ് തന്നെയായിരിക്കും ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് എന്താവണം? കോഎഫിഷ്യൻ്റ് ഏതെങ്കിലും ഈക്വൽ ആവണം. അപ്പോൾ നമുക്ക് ഇത് ഈക്വൽ ആക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? എന്ത് നോക്കിയാൽ മതി? ഇതിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ, ഇപ്പോൾ ഇത് 2 4ഉം 5 തന്നെ ആയതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താ, ഇതിൻ്റെ ഏതെങ്കിലും ഒന്നുകൊണ്ട്, ഇപ്പോൾ ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് 4 ആവില്ല അല്ലേ. അതുപോലെ 4നെ എന്തുകൊണ്ട് ചെയ്താലും 5 ആക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇതിൻ്റെ നമുക്ക് ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലൈ പോവാം. ഇതിനെ ഈ ഇക്വേഷന് നമുക്ക് എന്ത് ചെയ്യാം? 4 ഇൻറ്റു 5 എത്രയാണ്? 20. അപ്പോൾ രണ്ടിനും 20 വരുന്ന പോലെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിന് രണ്ടിനാണ് ഏതെങ്കിലും രണ്ടിനും എടുക്കാം. നമുക്ക് ഇത് രണ്ടിനും 20 വരുന്ന പോലെ. അപ്പോൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ 1 ഇവിടെ 20 വരാൻ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ 20 ആക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ചെയ്ത് നോക്കാം. ഇക്വേഷൻ 1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പറഞ്ഞാൽ ഓരോ ടേമിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 5x ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 20x. പിന്നെ ഇത് 5 ഇൻറ്റു 4y 4 ആണ്. ഓക്കെ, സോറി 4 ആണ്, 4 ഇൻറ്റു ആണ്.
4 × 4y പറഞ്ഞാൽ 16y 592. ഇനി അടുത്തതിന് എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 5 കൊണ്ട്. 5 × 4 20x 5 × 5 25y 700. മൈനസ് ആണല്ലേ ചെയ്യേണ്ടത്. 20 ന്ന് 20 ക്യാൻസൽ ചെയ്ത് കളയണം, മൈനസ് ആണ്. നമുക്ക് എളുപ്പത്തിന് എന്ത് ചെയ്യാം, ഇതല്ലേ വലിയ സംഖ്യ വരുന്നത്, അപ്പോൾ ഇതിനെ ആദ്യം എഴുതാം. ഇത് ഇക്വേഷൻ 1 3 എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ 4. അപ്പോൾ നമുക്ക് കുറച്ച് നെഗറ്റീവ് ഒഴിവാക്കി കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ 4 മൈനസ് ഇക്വേഷൻ 3 ചെയ്താൽ മതി. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് മുകളിൽ എഴുതാം. അപ്പം 20x + 25y = 700. 20x + 16y = 592. മൈനസ് ചെയ്യുമ്പം ഇത് ക്യാൻസൽ ചെയ്ത് പോവും. 25y - 16y എന്ന് പറഞ്ഞാൽ 9y = എന്ത് വരും? 9y = 108. y = 108/9. ക്യാൻസൽ ചെയ്യുമ്പോൾ 10ൽ 1 ടൈം, ബാലൻസ് 1, 18ൽ 2 ടൈംസ്. y = 12 എന്ന് കിട്ടും. നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. 5x + 4 × 12. ഇക്വേഷൻ 1ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്ത് ചെയ്തു? വൈക്ക് പകരം 12 എന്ന് യൂസ് ചെയ്തു. 148. 5x + 48 = 148. 5x = 148 - 48 = 100. x = 100/4. 100/5. ഈ 5 അങ്ങോട്ട് പോകുമ്പോൾ 100/5 = 20. അപ്പം എന്ത് കിട്ടി? y = 12, x = 20. അപ്പം എന്താ? നോട്ട്ബുക്കിൻ്റെ റേറ്റ് 20, പെന്നിൻ്റെ റേറ്റ് 12. ഇനി ബി പാർട്ട് നോക്കാം. ദ പ്രൈസ് ഓഫ് 4 pen and 3 pencil is 49. Price of 9 pen and 3 pencil is 99. What is the price of a pen? Price of a pencil. സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് നോക്കേണ്ടത്? പെന്നിൻ്റെയും പെൻസിലിൻ്റെയും. നേരത്തെ നോട്ട്ബുക്കിന് പകരം ഇവിടെ എന്തായിരിക്കുന്നത്? പെന്നിൻ്റെയും പെൻസിലിൻ്റെയും റേറ്റ് ആണ് വേണ്ടത്. അപ്പോൾ റേറ്റ് ഓഫ് പെൻ = x, റേറ്റ് ഓഫ് പെൻസിൽ y. 4 പെന്ന് + 3 പെൻസിൽ = 49. 9 pen + 3 pencil = 99. ഓക്കെ, ഇതിലെന്തുണ്ട്? നമുക്ക് 3y ഒരുപോലെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇതൊന്ന് മറ്റേ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ 2 - ഇക്വേഷൻ 1. അപ്പം 9x + 3y = 99 - 4x + 3y = 49. ഓക്കെ, 9x - 4x എന്താണ്? 5x. ഇത് 0 = 50. x = 50/5 = 10. y എങ്ങനെ കണ്ടുപിടിക്കും? യൂസ് ഇൻ ഇക്വേഷൻ 1 4 × 10 + 3y = 49. 40 + 3y = 49. 3y = 49 - 40 = 9. y = 9/3 = 3. അപ്പം പെന്നിൻ്റെ വില 10 rupees, പെൻസിലിൻ്റെത് 3 rupees. ഓക്കെ.